യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ പ്രഖ്യാപിച്ചതിൽ തുറന്നടിച്ച് ചാണ്ടി ഉമ്മൻ. അബിൻ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട വ്യക്തിയാണ് എന്നതിൽ സംശയമില്ല. അബിന്റെ അഭിപ്രായം കൂടെ തേടിയിട്ട് വേണമായിരുന്നു ഒരു തീരുമാനമെടുക്കാൻ എന്നും ചാണ്ടി ഉമ്മൻ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, തന്നെയും പാർട്ടി സ്ഥാനത്ത് നിന്നും പറയാതെയാണ് പുറത്താക്കിയത്. എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ രാജിവെച്ച് ഒഴിഞ്ഞേനെ. തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് പുറത്താക്കിയത് എന്നും കൂടി ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ഒരു വേദന ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ്. പക്ഷെ പാർട്ടി ഒരു തീരുമാനമെടുത്തു. അതിന്റെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. പക്ഷേ എബിൻ അർഹതയുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കൂടെ തീരുമാനം പരിഗണിച്ച് വേണമായിരുന്നു തീരുമാനമെടുക്കാൻ. പക്ഷെ തീരുമാനമെടുത്തു. കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം, എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്നെ പാർട്ടിയിൽ നിന്ന് എന്റെ സ്ഥാനത്ത് നീക്കി. എനിക്ക് വളരെയധികം മാനസികമായ വിഷമമുണ്ടാക്കിയ കാര്യമാണ്. ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ച് ഒഴിഞ്ഞേനെ. എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത്. പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനം എന്നാണ് പറഞ്ഞത്. ഷിനോ ജസ്റ്റി നമ്മുടെ കൂടെ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ഷിനോജി, ഗുഡ് മോർണിംഗ്. ആ അതൃപ്തി അത് വലിയ തോതിൽ തന്നെ പുറത്തു വരികയാണല്ലേ? ഒന്ന്, അബിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അബിന് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ആദ്യം സംസാരിച്ചത് എന്നുണ്ടെങ്കിൽ, ഒരു സ്ഥാനത്ത് നിന്നും തന്നെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് ഇത്രയും നാളും ഉള്ളിൽ പുകഞ്ഞു നിന്നിരുന്ന കാര്യം, അത് അത്രത്തോളം അതൃപ്തിയോടുകൂടി സംസാരിക്കുന്ന ചാണ്ടി ഉമ്മനെ കൂടിയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റിയത്. തീർച്ചയായും പൂജ, 2024 ജൂലൈ 18 അത് ഉമ്മൻചാണ്ടിയുടെ 1ാം ഓർമ്മദിനമാണ്. അന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ചാണ്ടി ഉമ്മനെ നീക്കുന്നത്. അന്ന് നീക്കുക മാത്രമല്ല, അന്ന് പുതുപ്പള്ളിയിൽ നിശ്ചയിച്ചിരുന്ന പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് ഔട്ട്റീച്ച് സെല്ലിന്റെ നേതൃത്വത്തിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന പല പ്രവർത്തനങ്ങളും നടത്തരുത് എന്ന നിർദ്ദേശം കൂടി നൽകുകയുണ്ടായി. അങ്ങനെ ആ സമയത്ത് തന്നെ ഈ ചാണ്ടി ഉമ്മനെ ഇത്തരത്തിൽ ഒതുക്കുന്നതാണ്, ആ തരത്തിൽ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ തന്നെ നേതാക്കൾ ഉൾപ്പെടെ ചേർന്ന് ഒതുക്കിയതാണ് എന്ന ആരോപണം എ ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്ന ആളുകളൊക്കെ തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ തന്നെ ചാണ്ടി ഉമ്മൻ മൗനത്തിലായിരുന്നു. ആ വിഷയത്തിൽ കാര്യമായിട്ടുള്ള പ്രതികരണമൊന്നും തന്നെ ചാണ്ടി ഉമ്മന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ അതാ ഇപ്പോൾ അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പരിഗണിക്കാതെ പോകുന്നു. ആ ഒരു സമയത്ത് തൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്ന ആ വേദന അതൊക്കെ തന്നെ പരസ്യമായി തന്നെ ചാണ്ടി ഉമ്മൻ പറയുകയാണ്. കൃത്യമായ രീതിയിൽ സംസ്ഥാനത്തിലെ നേതാക്കളൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ടാണ് ആ തരത്തിൽ തന്നെ ഔട്ട്റീച്ച് ചെയർമാൻ സ്ഥാനത്ത് നിന്ന്, അതായത് യൂത്ത് കോൺഗ്രസിന്റെ നാഷണൽ ഔട്ട്റീച്ച് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയത് പല നേതാക്കളുടെയും ഒത്താശയോട് കൂടിയാണെന്ന് ചാണ്ടി ഉമ്മൻ പറയുകയാണ്. ആ പേരുകൾ ഉൾപ്പെടെ തനിക്കറിയാം, പക്ഷേ അത് ഇവിടുത്തെ ജനങ്ങൾക്കും അറിയാം. പക്ഷേ അത് ഇപ്പോൾ പറയുന്നില്ല, കാരണം ഇതൊരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അത് തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ പറയും എന്ന് കൂടി പറയുമ്പോൾ എത്രത്തോളം അതിർത്തി ഈ വിഷയത്തിൽ ചാണ്ടി ഉമ്മന് ഉണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാണ്. എന്തായാലും പറയാതെ പറയുന്ന ചില പേരുകളുണ്ട്. അത് യൂത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷൻ കൂടിയായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ചാണ്ടി ഉമ്മൻ ഒരു കാലത്ത്, അതായത് നേരത്തെയൊക്കെ തന്നെ 6-7 മാസം മുൻപ് പരസ്യമായി നിന്ന് അത്തരത്തിലൊരു പാർട്ടിക്കുള്ളിൽ പോലും ആ തരത്തിലുള്ള എതിർപ്പ് നമ്മൾ പരസ്യമായി കണ്ടതാണ് പലയിടങ്ങളിലും. ആ തരത്തിൽ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് മുന്നം വെച്ചുകൊണ്ടാണ് ചാണ്ടി ഉമ്മ ഇപ്പോൾ പറയുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു പരസ്യമായി പൊട്ടിത്തെറിയിലേക്ക് ചാണ്ടി പോകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഐ ഗ്രൂപ്പിന്റെ ഒരു അതായത് ഐ ഗ്രൂപ്പിന്റെ കൂടി പിന്തുണയുള്ള അബിൻ വർക്കിയെ കൂടി ചാണ്ടി ചേർത്ത് പിടിക്കുന്നു എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. അതെ, ശരിയാണ്. ആ ഒരു അതൃപ്തി അത് വലിയ രീതിയിൽ തന്നെ പുകഞ്ഞു വരികയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അത്രത്തോളം വലിയ കാര്യമാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പ്രശ്നം തീരുന്നില്ല. മുൻപ് തനിക്കുണ്ടായ അനുഭവം ഉൾപ്പെടെ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ ആ പോര് മുറുകുകയാണ് എന്ന് തന്നെ മനസ്സിലാക്കാം. ഷിനോ ജസ്റ്റിയാണ് നമ്മളടുത്ത് വിവരങ്ങൾ നൽകിയത്.